ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാം, ഒരു 4 ചെറിയ പാവയ്ക്കയാണ്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നെടുവേ കീറി വൃത്തിയാക്കി ചെറിയ പീസസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 2 മീഡിയം സവാളയും ചെറിയ പീസസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു പാവയ്ക്ക എൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ തോട്ടത്തിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അവർ വിളവെടുത്തപ്പോൾ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നതൊക്കെ പ്യൂർലി ഓർഗാനിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പാൻ വെച്ചിട്ട് ഇതിലിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫേർഡ് ഓയിൽ ഒഴിക്കാം. അപ്പം കുറയ്ക്കുന്നതും കൂട്ടുന്നതുമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ സവാള 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരുന്ന അത് ഇതിലോട്ട് ഇടുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി സോട്ട് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം. പൊടികളെന്ന് പറയുമ്പം ഒരു വലിയ പൊടികളൊന്നുമല്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയും, അതാണ് നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ ഇടുന്നത്. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനെ ഒന്ന് നമ്മുടെ പാവയ്ക്ക ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ സേഫാണ്. മറ്റതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കോൺഷ്യസ് ആവും. അടിയിൽ പിടിച്ച് പോവുമോ, നമ്മളിത് നിന്ന് വഴറ്റണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. മറ്റേ ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് ഞാനിപ്പോൾ ഒരു സെർവിങ് ഡിഷിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നിറം കണ്ടോ, ബ്രൗൺ കളർ. ചോറിൻ്റെ കൂടെ വന്താ ടേസ്റ്റ് എന്നറിയാം, ഭയങ്കര നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ളവരൊക്കെ ഇത് വളരെ ഹെൽത്തിയാണ്. നിങ്ങളുടെ ഡയറ്റിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോസൊക്കെ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.